കുട്ടികളെ, നമ്മൾ അമീർ ഖാന്റെ ഒരു സിനിമ വന്നിട്ടുണ്ട്. നമ്മൾ താരേ സമീൻ പറഞ്ഞ പോലെ തന്നെ എടുത്തൊരു സിനിമ വന്നിട്ടുണ്ട്. അത് ഞാൻ കണ്ടതിന് ശേഷം പറയാട്ടോ. പക്ഷെ ഇപ്പൊ ഞാൻ വന്നത്, എനിക്ക് ഫേസിൽ നല്ല മാറ്റൂല്, നല്ലൊരു പിങ്ക് കളറ് ഒരു ലിപ്സ്റ്റിക് കിട്ടിയിട്ടുണ്ട്. 200 രൂപയിൽ താഴെയുള്ളൂ. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് അല്ല, പക്ഷെ ഒരു ഉച്ച വരെയൊക്കെ ഈ പുള്ളിക്കാരൻ പിടിച്ചു നിൽക്കും. നമ്മുടെ മാർസിന്റെ ആ ഒരു കൊച്ചിപ്പൊടി ഇല്ലേ, ആ കാറ്റഗറിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടത്. ഇതിന്റെ ലിങ്ക് യൂട്യൂബ് ഷോർട്സിന്റെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ ഇട്ടേക്കാം. പോളി ഐറ്റം. പിന്നെ ഈ ഒരു ഡ്രസ്സ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു ഉള്ളത് സത്യമാണോന്ന് അറിയണോടാ, ഞാൻ വാങ്ങിച്ചതാണ്. കണ്ടോ, ലേസ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള ലേസ്. ഒരു വി നെക്ക് വന്നിട്ട് സെയിം തന്നെ, കണ്ടോ, സെയിം തന്നെ പാന്റും ആയിട്ടൊരു പോക്കറ്റ് ഒക്കെ ഉണ്ട്. പക്ക ഓഫീസ് വെയർ എന്ന് പറഞ്ഞാൽ വേറെ ലെവല്. നല്ലൊരു ഡ്യൂട്ടീസ് ഒക്കെ ഇട്ടാലുണ്ടല്ലോ, വേറെ ലെവല് സാധനം. പിന്നെ എനിക്ക് ഒരു അഭിപ്രായം പറയാനുള്ളത്, ഒരു സൈസ് കൂട്ടി വാങ്ങിച്ചോ, കാരണം എങ്ങാനും ഒന്ന് അലക്കി ചുരുങ്ങി പോയാലോ. പക്ഷെ ഇത് നോക്കി, നല്ലൊരു കോട്ടൺ ആണ്. പക്ഷെ റിസ്ക് എടുക്കണ്ടല്ലോ. അപ്പൊ ഞാൻ സിനിമ കണ്ടിട്ട് ഞാൻ അതിന്റെ റിവ്യൂ പറയട്ടെ, എങ്ങനെ ഉണ്ടെന്ന് പോയി കാണട്ടെ, എന്നിട്ട് പറയാവേ. ജോലി കഴിഞ്ഞ് തിരിച്ചു വന്ന് വീട്ടിൽ കയറുന്നതിന് മുമ്പ് സച്ചുവിനെ വഴിന്ന് പൊക്കി ഞാൻ വണ്ടിയിലിട്ടു. സിബിച്ചനാണെങ്കിൽ അവിടുത്തെ ജോലി സ്ഥലത്ത് നിന്ന് നേരെ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. നമ്മൾ ഫോറം മാളിലാണ് കേട്ടോ പോയത്. ഫോറം മാളിൽ ഞാൻ ഭയങ്കര കുറവാണ് പോക്ക്, കാരണം അവിടുത്തെ പാർക്കിംഗ് ഉണ്ടല്ലോ, ഒരു മനുഷ്യന് മനസ്സിലാവാത്തൊരു പാർക്കിംഗ്. വണ്ടി തപ്പി ആകെ പ്രാന്താവും. പിന്നെ ഫോറം മാളിൽ തിയേറ്ററൊക്കെ നല്ല നൈസാണ്, പക്ഷേ എൻ്റെ പൊന്നോ തണുപ്പിച്ച് വെറുതെ വിറപ്പിച്ച്. ബ്ലാങ്കറ്റും അന്നമ്മ പിന്നെ ബ്ലാങ്കറ്റായിട്ടാണ് എപ്പോഴും പോവാറുള്ളൂ കേട്ടോ. ഞാനും അടുത്ത പ്രാവശ്യം വല്ല പുതപ്പൊക്കെ കൊണ്ടുവരും. 1/2 മണിക്കൂർ, 7:10 സിനിമ തുടങ്ങിയത് 7:35 അരമണിക്കൂർ പരസ്യം കാണിച്ച് ഉറപ്പിച്ച്. എൻ്റെ പൊന്നോ, അതായത് ട്രെയിലറൊക്കെയാണ് കാണിക്കുന്നത്. അതും പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഉറപ്പിക്കാമോ? ഫൈനലി ഒരു 7:35 ആയപ്പോൾ സിനിമ തുടങ്ങിയതാ. പിന്നെ ഈ സിനിമയെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണ്ട, കാരണം ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ, കുറവുകളുള്ളവരായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സിനിമയാണ്. കാരണം അവർക്ക് നമ്മളെക്കാളും ബോധം ഉണ്ടെന്നുള്ളതും അവരെ കളിയാക്കി പുച്ഛിക്കുന്നവർ പോയി കാണേണ്ട സിനിമയാണ്. കാരണം നമ്മളൊന്ന് കണ്ണ് നനയാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരൂല. ഒരുപാട് തിരിച്ചറിവുകൾ തരുന്ന ഒരു സിനിമയാണ്. ഓരോ ചോദ്യങ്ങൾ ആ കുട്ടികളെ കൊണ്ട് ഈ സിനിമയിൽ ചോദിപ്പിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ഫാമിലി ലൈഫിൽ നമ്മളെ പാർട്ട്ണറോട് അല്ലെങ്കിൽ നമ്മുടെ അമ്മയോട്, നമ്മുടെ കൂടെ ജീവിക്കുന്നതോട് ചോദിക്കേണ്ട ചോദ്യമാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ട സിനിമയാണ്. ഞങ്ങൾ അത് കഴിഞ്ഞ് തട്ടുകടയിൽ പോകാമെന്ന് കരുതിയിട്ട് ചോയ്സ് ടവറിൻ്റെ അടുത്ത്, അതിൻ്റെ ചോയ്സിൻ്റെ ഫ്രണ്ടിലുള്ള തട്ടുകടയിലാണ്. എൻ്റെ പൊന്നു മക്കളെ, പട്ടിണി കിടന്നാൽ പോലും ആ തട്ടുകടയിൽ പോകരുത്.